നേരം വെളുക്കും മുൻപ് തള്ളിപ്പറയുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തള്ളിപ്പറഞ്ഞത് ആരെയാണ്? SDPI. ആരാണ് തള്ളിപ്പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് SDPIയുടെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നാണ്. SDPIയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് മുസ്ലിം ലീഗാണ് എന്ന് അദ്ദേഹം തന്നെ ഉത്തരവും പറയുന്നു. അതിനുശേഷം പറയുന്നു, അങ്ങനെയുള്ള മുസ്ലിം ലീഗുമായി SDPI യോജിക്കുമോ? SDPIക്ക് മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയല്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൻ്റെ ശബ്ദരേഖ കേൾക്കാം. ദൃശ്യങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ, മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും ഉത്തരവും നമുക്ക് കേൾക്കാം. അത് ഇങ്ങനെയാണ്. ലീഗിനെ പിന്തുണച്ച് UDFന് വോട്ട് ചെയ്തെന്നാണ് പരസ്യമായിട്ടുള്ള ഒരു ആരോപണം. SDPI ഉൾപ്പെടെ ലീഗിന് ഒപ്പം നിന്ന് ലീഗിന്റെ മറവിൽ നിന്ന് വോട്ട് ചെയ്തു എന്നാണ് ആരോപണം. SDPIക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ. അപ്പോൾ ലീഗിനോടൊപ്പം SDPI ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോഴേ SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത് മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനോടൊപ്പം SDPI കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശയല്ലേ. ഞാൻ എൻ്റെ മറുപടിയാണ് ചോദിക്കുന്നത്. SDPIക്ക് പാലക്കാട് എത്ര വോട്ടുള്ളത്? SDPIക്ക് പാലക്കാട് എത്ര വോട്ടാണുള്ളത്? അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന എത്ര വോട്ടാണ്? ഇനിയും ശരി, ഇവർ പറയുന്നൊരു വർഗീയതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, മുനമ്പം കുത്തിയിളക്കി വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് പാലക്കാടിൻ്റെ വിജയമാണ്, വർഗീയതയുടെ വിജയമല്ല, വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ്. ഇതാണ് പറയുന്നത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. SDPIയുടെ യാതൊരു പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. SDPIക്ക് എത്ര വോട്ടാണുള്ളത് അവിടെ? എൻ്റെ ഭൂരിപക്ഷം എത്രയാണ് എന്നറിയില്ലേ? റെക്കോർഡ് ഭൂരിപക്ഷമല്ലേ? SDPIക്കുള്ള വോട്ടും ഭൂരിപക്ഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ SDPI വോട്ട് ചെയ്തിട്ടാണ് ഇത്രയും ഭൂരിപക്ഷം ലഭിച്ചത് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിജയിച്ച സ്ഥാനാർത്ഥി. രാഹുൽ മാങ്കൂട്ടത്തിലും UDFും SDPIയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ആദ്യം പാലക്കാട് പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ. SDPI സിന്ദാബാദ്. SDPI സിന്ദാബാദ്. അതുമാത്രമല്ല, SDPI നേതാക്കളുമായി ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ, ആര് നിൽക്കുന്ന ഫോട്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ഫോട്ടോയും പ്രേക്ഷകർ കണ്ടതാണ്. ആ നിൽക്കുന്ന നേതാക്കളുടെ കയ്യിൽ SDPIയുടെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖ വിതരണം ചെയ്യാൻ പോകുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും SDPI പ്രവർത്തകരും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ പുറത്തു വരുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്, ആർക്കും രഹസ്യമാക്കി വെക്കാൻ കഴിയുന്നതല്ല. ആ ഫോട്ടോയും പ്രേക്ഷകർ കാണാം. എന്ന് വെച്ചാൽ SDPIയുമായി പരസ്യമായി തന്നെ ബന്ധമുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും UDFനും എന്നർത്ഥം. പക്ഷേ ഇപ്പോൾ തള്ളിപ്പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇറക്കിയ നോട്ടീസ്, ആ നോട്ടീസും സോഷ്യൽ മീഡിയയിലുണ്ട്, അതും പ്രേക്ഷകർക്ക് കാണാം. ഇങ്ങനെ വിവിധ തരത്തിൽ SDPIയുമായി ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി നമ്മുടെ മുന്നിലുണ്ട്. അവസാനം വോട്ട് ലഭിച്ചു, വിജയിക്കുകയും ചെയ്തു. SDPI വലിയ തോതിൽ പ്രചാരണം നടത്തി. മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ, രാഹുൽ അനുകൂലമായി കേന്ദ്രീകരിക്കാൻ നല്ല ഇടപെടൽ നടത്തിയിരുന്നു. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിം വോട്ടുകൾ ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിന് UDFന് ലഭിച്ചത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയിപ്പോൾ അതും തള്ളിപ്പറയുമോ? അങ്ങ് തള്ളിപ്പറയുന്നതിന് മുമ്പ് ആ സന്ദർശനത്തിൻ്റെ ഫോട്ടോയും കൂടി പ്രേക്ഷകർക്ക് കാണാം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും കൃത്യം ബന്ധമുണ്ടായിരുന്നു. അവരുടെ പ്രചാരണം മുസ്ലിം വോട്ട് ഏകീകരിക്കുന്നതിൽ നിർണായകമായിരുന്നു. എന്നിട്ടും പറയുന്നു SDPIയുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. SDPI എങ്ങനെ മുസ്ലിം ലീഗുമായി യോജിക്കുമെന്ന്, SDPI എന്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർക്ക് എത്രയാണ് വോട്ടുള്ളത് എന്ന്, ആ വോട്ട് കൊണ്ടാണോ ഞാൻ ജയിച്ചത്, എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം 18,000 അല്ലേ, SDPIക്ക് എത്ര വോട്ടാണ് മണ്ഡലത്തിലുള്ളത് എന്ന് പറഞ്ഞ് SDPIയെ കളിയാക്കുന്നു, SDPIയെ അധിക്ഷേപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രാവും പകലും പണിയെടുത്ത ഒരു വിഭാഗമാണ് SDPI. തീവ്ര മുസ്ലിം നിലപാടുള്ള വിഭാഗമാണ് SDPI. അവരുടെ എല്ലാ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരങ്ങ് തള്ളിപ്പറയുകയാണ്
ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്. ഇത് മഹാചതിയായിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരിക്കലും പാടില്ല അങ്ങനെ. പക്ഷേ മാധ്യമങ്ങൾ അത് ഇതുവരെയും ആരും വാർത്തയാക്കിയിട്ടില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ SDPIയും ലീഗുമായി ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള SDPI ലീഗുമായി എങ്ങനെ യോജിക്കുന്നു? ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയല്ലേ? ലീഗ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലേ? SDPIയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിനോടൊപ്പം എങ്ങനെ SDPI ചേരും എന്ന മറുചോദ്യമാണ് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ശരിയാണോ തെറ്റാണോ? SDPI രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഇനി SDPI നേതാക്കളാണ്. അത് പറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, എന്താണ് അദ്ദേഹത്തെ നിലപാട് എന്ന് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ പാലം കടക്കാൻ SDPI വേണം, ജമാഅത്തെ ഇസ്ലാമി വേണം, എല്ലാ വർഗീയ സംഘടനകളും വേണം, RSSും വേണം, BJPയും വേണം. പാലം കടന്നു കഴിഞ്ഞാൽ ഇവരൊന്നും വേണ്ട, ഞങ്ങൾ മതേതര മുഖമാണ്, അവരൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ജയിച്ചത്, ഞങ്ങളുടെ ഭൂരിപക്ഷം നോക്കൂ 18,000 SDPIക്കും വെൽഫെയർ പാർട്ടിക്കും എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കും അവിടെ എന്ത് വോട്ടാണുള്ളത്, അതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചില്ലേ എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ മുസ്ലിം വോട്ട് ഏകീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത SDPIയും ജമാഅത്തെ ഇസ്ലാമിയെയും തള്ളിപ്പറയുകയും ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. സംശയം വേണ്ട, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം SDPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് വരും ദിവസങ്ങളിൽ നമുക്ക് വരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ചിലപ്പോൾ മൗനമായിരിക്കുമോ SDPIയുടെ നിലപാട് എന്നത് മറ്റൊരു കാര്യമാണ്. ഏതായാലും തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. SDPIയുമായി കൃത്യം ബന്ധമുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനും UDFനും. SDPI രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, ലഘുലേഖ ഇറക്കിയിരുന്നു, മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയിരുന്നു എന്നതൊക്കെ പ്രേക്ഷകർക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. ഇന്നലെ വരെ കൂടെ നടന്നവരെ ഇന്ന് തള്ളിപ്പറയുന്നു, ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തള്ളിപ്പറയുന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതാണ് UDF. ലീഗിനെ പിന്തുണച്ച് UDFന് വോട്ട് ചെയ്തുവെന്നാണ് പരസ്യമായിട്ടുള്ള ഒരു ആരോപണം. SDPI ഉൾപ്പെടെ ലീഗിന് ഒപ്പം നിന്ന് ലീഗിന്റെ മറവിൽ നിന്ന് വോട്ട് ചെയ്തു എന്നാണ് ആരോപണം. SDPIക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ. അപ്പോൾ ലീഗിനോടൊപ്പം SDPI ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോഴേ SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും SDPI ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനോടൊപ്പം SDPI കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശയല്ലേ. ഞാൻ എൻ്റെ മറുപടിയാണ് ചോദിക്കുന്നത്. SDPIക്ക് പാലക്കാട് എത്ര വോട്ടാണുള്ളത്? SDPIക്ക് പാലക്കാട് എത്ര വോട്ടാണുള്ളത്? അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന എത്ര വോട്ടാണ്? ഇനിയും ശരി, ഇവർ പറയുന്നൊരു വർഗീയതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, മുനമ്പം കുത്തിയിളക്കി വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് പാലക്കാടിൻ്റെ വിജയമാണ്, വർഗീയതയുടെ വിജയമല്ല, വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ്.